السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء فاتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. സ്നേഹമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മാസങ്ങളോളമായി നാം ശരീകരിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബജീവിതം ഇസ്ലാമിക വീക്ഷണത്തിൽ എന്ന വിഷയത്തിൻ്റെ അവസാനം കുറിക്കുകയാണ് ഇന്നത്തെ ദിവസം. വൈവാഹിക ജീവിതത്തിൻ്റെ വിവിധ വശങ്ങളെ സംബന്ധിച്ചും ത്വലാഖിനെ സംബന്ധിച്ചും വിശദമായി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ വിഷയത്തിൻ്റെ പൂർത്തീകരണം എന്ന നിലക്ക് ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ബഹുഭാര്യത്വം എന്ന വിഷയത്തിലേക്ക് കൂടി ചില സൂചനകൾ നൽകി ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുസ്ലിമീങ്ങൾക്ക് അകത്തുനിന്നും പുറത്തുനിന്നും ധാരാളം വിമർശനങ്ങളും കുത്തുവാക്കുകളും പരിഹാസങ്ങളും കേൾക്കേണ്ടി വന്നിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോഴും കേൾക്കേണ്ടി വരുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ബഹുഭാര്യത്വം എന്ന സമ്പ്രദായം. മുസ്ലിമീങ്ങളെ ഏറ്റവും കൂടുതൽ വിമർശിക്കാൻ ഇസ്ലാമിൻ്റെ എതിർകക്ഷികൾ ഉപയോഗപ്പെടുത്തുന്നൊരു വടി അതാണ്. ഇസ്ലാം എന്ന് കേൾക്കുമ്പോഴേക്ക് തന്നെ ചില ആളുകൾ ലോകത്ത് ഇഷ്ടം പോലെ പെണ്ണുകെട്ടാൻ സ്വാതന്ത്ര്യം കൊടുത്ത ഒരേ ഒരു മതവിഭാഗം, അതല്ലെങ്കിൽ 4 വരെ ഭാര്യമാരെ സ്വീകരിക്കുവാൻ വേണ്ടി ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ച ഒരേ ഒരു മതം എന്ന നിലക്ക് തെറ്റിദ്ധരിപ്പിക്കുകയും വിമർശിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ വിഷയം വ്യക്തമായി പഠിക്കാൻ ആരും മുന്നോട്ട് വരാറില്ല എന്നുള്ളതാണ് വസ്തുത. ഇസ്ലാമാണോ ലോകത്ത് ബഹുഭാര്യത്വ സമ്പ്രദായം ആദ്യമായി കൊണ്ടുവന്നത്? എങ്കിലല്ലേ ഈ വിമർശനത്തിന് അല്പമെങ്കിലും കഴമ്പുള്ളൂ. ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ പൗരാണിക കാലം മുതൽ തന്നെ വ്യത്യസ്തങ്ങളായ മതവിഭാഗങ്ങളിലും ജനവിഭാഗങ്ങളിലുമൊക്കെ നിലനിന്നിരുന്നൊരു സമ്പ്രദായമായിരുന്നു ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കുക എന്നുള്ളത്. ചരിത്ര പുസ്തകങ്ങളിലും അതുപോലെ തന്നെ ഓരോ സമൂഹങ്ങളെ സംബന്ധിച്ച് പഠനം നടത്തിയിട്ടുള്ള എഴുത്തുകാരും വിശദമായി പ്രതിപാദിച്ചൊരു കാര്യമാണ് ഇസ്ലാമിന്റെ ആവിർഭാവത്തിന്, അല്ലെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ലോകത്ത് നിലനിന്നിരുന്നൊരു സമ്പ്രദായമായിരുന്നു ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കുക എന്നുള്ളത് എന്ന്. ഇതിൽ മുസ്ലിം എഴുത്തുകാരെ മാത്രമല്ല, അമുസ്ലിം എഴുത്തുകാരും തീരെ മതത്തോട് പ്രതിപത്തിയില്ലാത്ത ചരിത്രകാരന്മാരും ഈ വസ്തുത
നേരായ രൂപത്തിൽ തന്നെ അവർ എഴുതുകയും അതേപോലെ തന്നെ സമൂഹത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ പേരിൽ ഇസ്ലാമാണ് ആദ്യമായി, അല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ആദ്യമായി ഇങ്ങനെ ബഹുഭാര്യത്വം കൊണ്ടുവന്നത് എന്ന വിമർശനത്തിന് യാതൊരു അർത്ഥവുമില്ല എന്നാണ് ആദ്യമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വ്യത്യസ്തങ്ങളായ രാഷ്ട്രങ്ങളിൽ, ആഫ്രിക്കൻ നാടുകളിൽ, അതേപോലെ തന്നെ ചൈന, ജപ്പാൻ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഈ സമ്പ്രദായം ഇന്നും നിലനിൽക്കുന്നു എന്നാണ് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതേപോലെ തന്നെ വർത്തമാനകാല മാധ്യമങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയതായി ഒരു ഏർപ്പാട് കൊണ്ടുവന്നതല്ല. സമൂഹത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ എതിർക്കുന്ന പല വിഭാഗത്തിലുള്ള ആളുകൾ ഇന്ന് ഈ കാര്യത്തെ എതിർക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോൾ അവരുടെ പക്ഷം ചേരാറാണ് ഇവിടെയുള്ള പല മതവിഭാഗങ്ങളും. ക്രിസ്ത്യാനികൾ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി എടുക്കാറുള്ള ആയുധവും അവർ ബഹുഭാര്യത്വം അംഗീകരിക്കുന്നു മാപ്പിളമാരി അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതേപോലെ തന്നെ ഹൈന്ദവരും ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ അവരും ഈ ഒരു ആയുധമാണ് എടുത്ത് പ്രയോഗിക്കാറുള്ളത്. വാസ്തവത്തിൽ അവർക്കൊന്നും അതിനെ വിമർശിക്കുവാൻ യോഗ്യതയില്ല. അവരെല്ലാം അംഗീകരിക്കുന്ന പ്രമാണങ്ങളിലും വേദപുസ്തകങ്ങളിലും വിശുദ്ധ പുസ്തകങ്ങൾ എന്ന് അവരംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങളിലുമെല്ലാം ബഹുഭാര്യത്വത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള നയങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്രൈസ്തവ ലോകം ആദരിക്കുന്ന ബൈബിളിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അവരുടെ പ്രത്യേകമായ പുരാണങ്ങൾ എന്നറിയപ്പെടുന്ന മറ്റേതെങ്കിലും പുസ്തകങ്ങളിലോ ബഹുഭാര്യത്വത്തെ പാടെ നിഷേധിക്കുകയോ നിരോധിക്കുകയോ ചെയ്യുന്ന പ്രസ്താവങ്ങളൊന്നും കാണുന്നില്ല എന്നാണ് അവയെ സംബന്ധിച്ച് പഠനം നടത്തി അറിവ് നേടിയിട്ടുള്ള പണ്ഡിതന്മാർ നമ്മെ അറിയിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഹൈന്ദവ സുഹൃത്തുക്കൾ, അവരിൽ ഒരു വിഭാഗം ആളുകൾ ശക്തമായി ഇതിനെ പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്യാറുണ്ട്. വാസ്തവത്തിൽ ഭാരതത്തിൽ ഋഗ്വേദകാലം മുതൽ തന്നെ ഒന്നിലധികം സ്ത്രീകളെ ഭാര്യമാരായി കൊണ്ടു നടക്കുന്ന സമ്പ്രദായം നിലനിന്നിരുന്നു എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. ഇതിഹാസകാലത്തും ഇത് തന്നെയായിരുന്നു സ്ഥിതി എന്നാണ് ചരിത്ര പുസ്തകങ്ങളിൽ കാണുന്നത്. രാമായണത്തിലെ നായകനായ ശ്രീരാമന്റെ പിതാവായിരുന്ന ദശരഥന് കൗസല്യ, കൈകേയി, സുമിത്ര എന്നീ 3 ഭാര്യമാരുണ്ടായിരുന്നുവെന്ന് ഇതിഹാസങ്ങളിൽ കാണുന്നു. അതേപോലെ തന്നെ മഹാഭാരതത്തിലെ നായകനായി വിശേഷിപ്പിക്കപ്പെടുന്ന ശ്രീകൃഷ്ണൻ, ഹിന്ദുക്കൾ വളരെയധികം ആദരവോടി കാണുന്ന ആ മനുഷ്യൻ 16,008 ഭാര്യമാരായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്നാണ് അവർ തന്നെയും വിശ്വസിക്കുകയും പുറത്തു പറയുകയും പരസ്യപ്പെടുത്തുകയും ചെയ്യാറുള്ളത്. ആ ഭാര്യമാരുടെ പേരുകൾ പോലും ചരിത്രങ്ങളിൽ കാണാം. രുക്മിണി, ജാംബവതി, സത്യഭാമ, കാളിന്തി, മിത്രവിന്ദ, സത്യ, കൈകേയി, ലക്ഷ്മണ എന്നീ 8 ഭാര്യമാരും നരകാസുരന്റെ 16,000 പുത്രിമാരുമായിരുന്നു ശ്രീകൃഷ്ണന്റെ ഭാര്യമാരെന്നാണ് അവർ തന്നെയും എഴുതി വെച്ചിട്ടുള്ളത്. ഞാനിതെടുത്ത് സൂചിപ്പിക്കുന്നത് മുസ്ലിമീങ്ങളെ ഈ കാര്യത്തിൽ വിമർശിക്കാൻ ഇവിടെയുള്ള ഇന്ന് നിലവിലുള്ള ഒരു മതവിഭാഗത്തിനും യോഗ്യതയില്ല എന്ന് പറയാനാണ്. ക്രൈസ്തവ വേദപുസ്തകങ്ങളിലും അതേപോലെ തന്നെ ജൂതന്മാരാധരിക്കുന്നവരുടെ വിശുദ്ധ പുസ്തകങ്ങളിലുമൊന്നും ഇതിനെ സംബന്ധിച്ച് നിരോധിക്കുന്ന നിയമങ്ങളില്ല. അവരംഗീകരിക്കുന്ന പ്രവാചകന്മാർ, മുസ്ലിമീങ്ങൾ ആദരിക്കുന്ന പ്രവാചകന്മാര് പോകട്ടെ, അവര് പോലും അംഗീകരിക്കുന്ന ഒരുപാട് പ്രവാചകന്മാരുണ്ടല്ലോ. ആ പ്രവാചകന്മാർക്ക് തന്നെയും ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നതായി അവർ തന്നെയും അംഗീകരിക്കുകയും അത് സത്യമാണെന്ന് സ്ഥാപിക്കുകയും ചെയ്യാറുണ്ട്. എങ്കിൽ നിലവിൽ നിന്ന് നിലനിൽക്കുന്ന ഒരൊറ്റ മതത്തിനും ഇസ്ലാമാണ് ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് വിമർശിക്കുവാനോ അതിനെ ഇകഴ്ത്തിക്കണിക്കുവാനോ യാതൊരു യോഗ്യതയുമില്ല എന്നർത്ഥം. ഇനി ഇതിനെ പുച്ഛിക്കാറുള്ളത് മതവിഭാഗങ്ങളല്ലാത്ത ആളുകളാണ്. മതവിഭാഗത്തിന്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ മതത്തെ നിരാകരിക്കുന്ന, ഈശ്വര വിശ്വാസത്തെ തള്ളിക്കളയുന്ന ആധുനികന്മാർ, നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരും അനുയായികളുമെന്ന് അവകാശപ്പെടുന്നവർ, അവർക്കിതിനെ നിഷേധിക്കുവാൻ ഒരു യോഗ്യതയുമില്ല, അല്ലെങ്കിൽ ഇതിനെ കളിയാക്കുവാൻ അർഹതയില്ല. കാരണം ഇസ്ലാം ബഹുഭാര്യത്വത്തിന്റെ വിഷയത്തിൽ മനുഷ്യന്റെ പ്രത്യേകമായ വികാരങ്ങളെ പരിഗണിച്ചു എന്നൊരു പ്രത്യേക പ്രശ്നം മാത്രമേ കൈകാര്യം ചെയ്തിട്ടുള്ളൂ. കാരണം ഏക ഭാര്യ മാത്രമേ പറ്റുകയുള്ളൂ എന്ന് വീറോടുകൂടെ വാദിക്കുന്ന ആധുനികന്മാർ അവരെല്ലാവരും ഒരു പേരിൽ അല്ലെങ്കിൽ മറ്റൊരു പേരിൽ ഒരൊറ്റ ഭാര്യയിൽ നിന്ന് മാറിക്കൊണ്ട് ധാരാളം ആളുകളെ തങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. പണക്കാരായ ആളുകൾ കാൾഗേളുകൾ എന്നോ ഗേൾ ഫ്രണ്ട് എന്ന പേരിലോ അവരുടേതായ ആവശ്യത്തിന് വേണ്ടി പണം ചെലവഴിച്ചുകൊണ്ട് ഹോട്ടലുകളിലും അതേപോലെ തന്നെ ലോഡ്ജുകളിലും വെച്ച് അവരുടെ ദാഹം തീർക്കുകയാണ് ചെയ്യുന്നത്. പണക്കാരായ ആധുനികന്മാരെ കാണുന്ന വഴി ഗേൾ ഫ്രണ്ടും അതേപോലെ തന്നെ ഈ രൂപത്തിലുള്ള കാൾഗേളുകളുമൊക്കെയാണെങ്കിൽ പണക്കാരായ മനുഷ്യന്മാർ
തെരുവ് വേശ്യകളിൽ പോയി 10 രൂപക്കും 50 രൂപക്കും അഭയം കണ്ടെത്തുന്നു എന്ന വ്യത്യാസം മാത്രമേ അവരിലെ പാവപ്പെട്ടവന്റെയും പണക്കാരന്റെയും ഇടയിൽ വ്യത്യാസം അത് മാത്രമേ കാണുന്നുള്ളൂ. ഞാൻ സൂചിപ്പിക്കുന്നത് ഏകപത്നി വ്രതം മാത്രമേ മനുഷ്യൻ യോജിക്കുകയുള്ളൂ എന്ന് പറയുന്ന ആധുനികന്മാരിലും ഭാര്യ എന്ന പേരിലല്ല എന്ന് മാത്രമേയുള്ളൂ. വ്യത്യസ്തങ്ങളായ ഒട്ടേറെ ഇംഗ്ലീഷ് വേർഡുകളും അതേപോലെ തന്നെ വാചകങ്ങളും പേരുകളായി നൽകിക്കൊണ്ട് അവരും ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു സ്ത്രീയിൽ മാത്രം പ്രാപിക്കുക എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറി വ്യത്യസ്തങ്ങളായ ഇണകളെ പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണെന്നുള്ളത്. അവരുടെ ഏറ്റവും വലിയ നേതാക്കന്മാരുടെ സ്വകാര്യ കഥകളെല്ലാം ഇന്ന് അങ്ങാടിപ്പാട്ടുകളാണ്. കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരായ മാവോ സേതുങ്ങിന്റെയും ലെനിനിന്റെയും കാറൽ മാർക്സിന്റെയും അതേപോലെയുള്ള ഒട്ടനവധി നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങളുടെ നായകന്മാർ, നേതാക്കന്മാർ, അവരുടെയെല്ലാം കഥകളും സ്വകാര്യ ജീവിതങ്ങളും അവരൊക്കെ മരിച്ചുപോയി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും കമ്പോളങ്ങളിൽ ചൂടപ്പം പോലെ വിറ്റഴിയുകയാണ്. അതിലെല്ലാം സമർത്ഥിക്കപ്പെടുന്നത് അവരൊക്കെ ഈ ബഹുഭാര്യത്തെ കളിയാക്കിയതോടൊപ്പം തന്നെ മറ്റൊരു ഭാര്യയെ ഭാര്യ എന്ന നിലക്ക് സ്വീകരിക്കാതെ വെപ്പാട്ടിയായും അതേപോലെ തന്നെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന നിലക്കും കാൾഗേളായും ഗേൾഫ്രണ്ടായും വിവിധങ്ങളായ ഉമനപ്പേരുകൾ ഇട്ടുകൊണ്ട് ഇഷ്ടം പോലെ ആളുകൾ ആസ്വദിച്ചവരും അവരോടൊപ്പം ജീവിതം പങ്കിട്ടവരുമാണ് എന്ന നാറുന്ന യാഥാർത്ഥ്യം ഇന്ന് ആധുനിക യുവജനതയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വർത്തമാനകാലത്ത് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമയുള്ള വാർത്തയല്ല. എങ്കിൽ ഇസ്ലാം എന്തു ചെയ്തു എന്നേ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചില അനിവാര്യമായ സന്ദർഭങ്ങൾ ഉണ്ടാകും. ഒരൊറ്റ സ്ത്രീയെ മാത്രം ഇണയായി കണ്ടെത്തുക എന്നുള്ള പ്രശ്നത്തിൽ അത് മാത്രമേ പാടുള്ളൂ എന്ന് വന്നാൽ അത് മനുഷ്യത്വത്തോട് ചില ഘട്ടങ്ങളിൽ ചെയ്യുന്ന അതീവ ക്രൂരതയായിരിക്കും എന്ന് കണ്ട മനുഷ്യ മനസ്സാക്ഷിയെ പടച്ച റബ്ബുൽ ആലമീൻ നിയമിച്ച നിയമത്തിൽ ഇതിന് ചില ഇളവുകൾ അനുവദിച്ചു എന്ന് തെറ്റേ ഇസ്ലാം ചെയ്തിട്ടുള്ളൂ. ഇവർ പറയുന്ന വീക്ഷണപ്രകാരമാണെങ്കിൽ ആ ഒരു തെറ്റേ ഇസ്ലാമിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളൂ. ഇസ്ലാം വരുന്ന കാലഘട്ടത്തിൽ അനിയന്ത്രിതമായിരുന്നു ഇതിന്റെ പ്രശ്നങ്ങൾ. ആയിരക്കണക്കിന്, ചില രാജാക്കന്മാർക്ക് 3000 ഒക്കെ ഭാര്യമാരുണ്ടായിരുന്നു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തേ ചെയ്തുള്ളൂ? അനിയന്ത്രിതമായി നിലനിന്നിരുന്ന ഈ ബഹുഭാര്യത്വം എന്ന പ്രശ്നം പരിധികളും പരിമിതികളും നൽകിക്കൊണ്ട് തീരെ നിരോധിക്കാതെ, എന്നാൽ അതിനു വേണ്ടി എമ്പാടും പ്രോത്സാഹനങ്ങൾ നൽകാതെ വേണ്ട ഘട്ടത്തിൽ പ്രയോജനപ്പെടുത്താവുന്ന ഒരു ഇളവ് എന്ന നിലക്ക് ഇസ്ലാം അതിന് അനുവാദം നൽകിയിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പരിധികൾ നിശ്ചയിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലഘട്ടത്തിൽ അറേബ്യൻ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പെണ്ണ് എന്നത് അവരുടെ ഏറ്റവും വലിയ ഒരു ദൗർബല്യമായിരുന്നു. കള്ളുകുടിക്കാത്ത, ഒരു പെണ്ണിനോടൊപ്പം രാത്രി പങ്കിടാത്ത, ഒരു വാളിന്റെ ദാഹം തീർക്കാൻ ഒരു യുദ്ധമെങ്കിലും കിട്ടാത്ത ദിവസങ്ങൾ ഒരു യുവത്വത്തിന് ചേർന്നതല്ലെന്ന് പാടിപ്പറയുകയും അതിനുവേണ്ടി പ്രോത്സാഹനം നടത്തുകയും അതിലേക്ക് വേണ്ട കാവ്യങ്ങൾ രചിച്ചുകൊണ്ട് യുവതലമുറയുടെ രക്തം തിളപ്പിക്കാൻ പോകുന്ന പദപ്രയോഗങ്ങളും പ്രസംഗങ്ങളും നടത്തിയിരുന്ന അറേബ്യൻ സമൂഹം അവരെ നിയന്ത്രിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതിലൂടെ? ഇസ്ലാം അവരെ സംസ്കരിക്കുകയാണ്. ഇസ്ലാമികമായ ഭാഷയിൽ വ്യഭിചാരം തീർത്തും നിഷിദ്ധമാണ്. അവിഹിത ബന്ധങ്ങൾ നിലനിൽക്കുന്നത് ഇസ്ലാം ഒരിക്കലും പൊറുക്കുന്നില്ല. അതിലേക്കുള്ള കവാടങ്ങൾ വരെ ഇസ്ലാം കൊട്ടിയടക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവിഹിതമായ ഒരു ബന്ധവും പാടില്ല എന്ന വ്യക്തമായ കാഴ്ചപ്പാട് ഇസ്ലാമിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ബഹുഭാര്യത്വം ഇസ്ലാമിന് അനുവദിക്കേണ്ടി വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലഘട്ടത്തിൽ പ്രവാചകന്റെ മുമ്പിൽ നിന്ന് മുസ്ലിമീങ്ങളാകുന്ന പല ആളുകൾക്കും ഒന്നിലേറെ ഭാര്യമാരുണ്ടായിരുന്നു. അല്ല, 8ഉം 10ഉം ഒക്കെ ഉണ്ടായിരുന്നു. ചരിത്രത്തിൽ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം മാലിക് അദ്ദേഹത്തിന്റെ മുവത്തയിലും നസായിയും ദാറഖുത്നിയും അവരുടെ സുനനുകളിലും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലഗൈലാൻ ഇബ്നു ഉമയ്യത്ത് الثقفي وقد اسلم وتحته 10 نسوة يختار منهن 4 وفارق سائرهن. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ നിന്ന് ഗൈലാനു സഖഫി എന്ന പേരുള്ള സഹാബി മുസ്ലിമായപ്പോൾ അദ്ദേഹത്തിന്റെ കീഴിൽ 10 ഭാര്യമാരുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഇഖ്തർ മിൻഹുന്ന, അവയിൽ നിന്ന് നീ തെരഞ്ഞെടുത്തുകൊള്ളുക 4 ആളുകളെ മാത്രം, വഫാരിഖ് സായിറഹുന്ന, മറ്റുള്ളവരെ നീ മോചിപ്പിച്ചേക്കുക എന്ന്.
ഇതേപോലെ തന്നെ ഹാരിസ് ഇബ്നു ഖൈസ് എന്ന സ്വഹാബി പറയുന്നു, അസ്ലംതു വഇൻദി സമാനി നിസ്വ, ഞാൻ മുസ്ലിമായ സന്ദർഭത്തിൽ എന്റെ അരികിൽ എനിക്ക് 8 ഭാര്യമാരുണ്ടായിരുന്നു. ഞാനത് പ്രവാചകനോട് പറഞ്ഞപ്പോൾ നബി തിരുമേനി എന്നോട് ആവശ്യപ്പെട്ടു, ഇഖ്തർ മിൻഹുന്ന അർബഅ, നീ 4 അതിൽ നിന്ന് തെരഞ്ഞെടുക്കുക എന്നുള്ളത്. ഇതാണ്. അതേപോലെ തന്നെ നിരവധി വേറെയും പല സ്വഹാബിമാർക്കും 8ഉം 10ഉം ഒക്കെ ഭാര്യമാരുണ്ടായിരുന്നു. ഇതിൽ ഇസ്ലാം നിയന്ത്രണം വരുത്തുകയാണ് ചെയ്തത്. എന്തിന് എന്ന് ചോദിക്കുന്നുണ്ടാകാം. എന്തിനാണ് ഈ ഇസ്ലാം ഈ പണി ചെയ്തത്? അല്ലെങ്കിൽ എന്തുകൊണ്ട് സ്ത്രീകൾക്കും ഇതേപോലെ ബഹുഭർത്തൃത്വം അനുവദിക്കുന്നില്ല? നിരവധി അനവധി സംശയങ്ങളും ചോദ്യശരങ്ങളുമാണ് ഇസ്ലാം നൽകിയ ഈ ഇളവിന്റെ പേരിൽ മറുപക്ഷത്ത് നിന്ന് കൂരമ്പുകൾ പോലെ ഇങ്ങോട്ട് വന്ന് തറച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ ഇസ്ലാം ഈ വിഷയത്തിൽ കാണുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, മനുഷ്യത്വത്തിന്റെ അനിവാര്യതക്ക് വേണ്ട ഒരു കവാടം തുറന്നുകൊടുത്തു എന്നതാണ് ഇസ്ലാം ഇതിൽ ചെയ്തിട്ടുള്ളത്. എന്താണ് ഇത് അനിവാര്യമാക്കുന്ന? ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പല രംഗത്തും നമുക്ക് കാണാൻ സാധിക്കും. ഇത് അനുവദിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇവിടെ നടക്കാൻ പോകുന്നത് എന്താണ്? ഇസ്ലാം ഒരിക്കലും നല്ലതായി കാണാത്ത, ഒരു നിലക്കും അതിനെ ഏതെങ്കിലും വിധത്തിൽ എങ്ങനെയൊക്കെ അതിനെ തച്ചു തകർക്കാമോ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുള്ള വ്യഭിചാരം അല്ലെങ്കിൽ അവിഹിത ബന്ധം എന്ന പ്രശ്നം ഇവിടെ നടമാടലായിരിക്കും അതിന്റെ ഫലം. അതുണ്ടാവരുത് എന്ന നിലക്കാണ് ഇസ്ലാം ഈ വിഷയത്തിൽ ഇളവുകൾ നൽകിയിട്ടുള്ളത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. പലപ്പോഴും പല ആളുകളും, മുസ്ലിം എഴുത്തുകാരും അല്ലാത്തവരുമൊക്കെ അവരുടെ ലേഖനങ്ങളിൽ എഴുതുന്ന ഒരു പരമാർത്ഥമാണ്, സമൂഹത്തിൽ സ്ത്രീകളുടെ ജനസംഖ്യ പുരുഷനെ അപേക്ഷിച്ച് കൂടുതലായിട്ടാണ് കണ്ടുവരുന്നത് എന്ന്. അതിനവർ പല രൂപത്തിലുള്ള ന്യായങ്ങളും പറയുന്നുണ്ട്. സയൻസിന്റെയും ജീവശാസ്ത്രത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ അവരത് സമർത്ഥിക്കുന്നുണ്ട്. നമ്മൾ അതിനെ സംബന്ധിച്ച് വിവരമുള്ളവരല്ലാത്തത് കൊണ്ട് ആ ഭാഗം ഞാൻ പരാമർശിക്കുന്നില്ല. പക്ഷേ അവർ പറയുന്നത്, ഒരു ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷ ഭ്രൂണത്തെക്കാൾ സ്ത്രീയുടെ ഭ്രൂണത്തിനാണ് കൂടുതൽ ആരോഗ്യമുള്ളതും നിലനിൽക്കുവാൻ കൂടുതൽ ശേഷിയും സമൂഹത്തിൽ ഒട്ടാകെ എടുത്തു നോക്കിയാൽ പുരുഷനേക്കാൾ സ്ത്രീക്കാണ് എന്ന ന്യായം അവർ പറഞ്ഞു കാണുന്നുണ്ട്. ഏതായിരുന്നാലും സമൂഹത്തിൽ ആഗോളാടിസ്ഥാനത്തിൽ കണക്കുകൾ പരിശോധിച്ചു നോക്കിയാലും പുരുഷന്മാരുടെ എണ്ണത്തെക്കാൾ സ്ത്രീകൾ ഈ സമൂഹത്തിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് യുദ്ധമൊക്കെ ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ എന്താണ് അതിനൊരു പരിഹാരം? യുദ്ധത്തിൽ കാര്യമായി പങ്കെടുക്കാറുള്ളത് പുരുഷന്മാരാണ്. അവരായിരിക്കും 10,000-കണക്കിന് പുരുഷന്മാര് മരിച്ചു വീഴും. അവരുടെ ഭാര്യമാര് വിധവകളാകും. അതേപോലെ തന്നെ അനാഥ കുട്ടികൾ പെരുകും. ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകമായ സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണം? എന്താണ് അതിനുള്ള വഴി? ഉദാഹരണമായി നമുക്ക് കാണാൻ സാധിക്കും യുദ്ധം കാരണമായി ഉണ്ടായ പ്രശ്നങ്ങൾ. 2ാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയിലെ 50 ലക്ഷം പുരുഷന്മാരാണ് പിടഞ്ഞു വീണ് മരിച്ചത് എന്നാണ് ചരിത്രം പറയുന്നത്. യുദ്ധത്തിന് മുമ്പ് അവിടുത്തെ സ്ത്രീ പുരുഷന്മാരുടെ അനുപാതം തുല്യമായിരുന്നു എന്നാണ്. എങ്കിൽ ആ യുദ്ധത്തിന് ശേഷം അവിടെ 50 ലക്ഷം സ്ത്രീകൾ അധികമായി ഉണ്ടായി എന്നാണ് ചരിത്രം പറയുന്നത്. ഭർത്താക്കന്മാരെ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജപ്പാനിലെയും ജർമ്മനിയിലെയും സ്ത്രീകൾ അവിടെ പ്രകടനം നടത്തി എന്നാണ്. ഞങ്ങൾക്കൊരു ഭർത്താവിനെ തരൂ, ഞങ്ങൾക്ക് ഇണചേരാൻ ആളില്ലെന്ന് പറഞ്ഞുകൊണ്ട് മുറവിളി കൂട്ടുകയും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുടെ മുമ്പിൽ അവർ പ്രകടനം നടത്തുകയും ചെയ്തുവെന്ന് മുസ്ലിം എഴുത്തുകാരല്ല, അമുസ്ലിം എഴുത്തുകാർ വരെ ഈ സമൂഹത്തിൽ ലോകത്തേക്ക് അത് പുറത്തുവിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അവരുടെ വീടുകളിലെ മുമ്പിൽ സ്ത്രീകൾ എഴുതി വെക്കേണ്ടി വന്നു, വാണ്ടഡ് ആൻ ഈവനിംഗ് ഗസ്റ്റ്, എനിക്കൊരു സായാഹ്നാതിഥിയെ ആവശ്യമുണ്ട് എന്ന ബോർഡ് വരെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി എന്നാണ്. ഈ സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരില്ലാത്തത് കൊണ്ട്. ഇത്തരം ഒരു സാഹചര്യം ജർമ്മനിയിൽ മാത്രമല്ല, യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്ന ഏത് രാജ്യത്തും ഉണ്ടാകാം. വിയറ്റ്നാമിൽ ഉണ്ടായിട്ടുണ്ട്, അതേപോലെ തന്നെ കംപൂച്ചിയയിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് വർത്തമാനകാലത്ത് ബോസ്നിയയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ വിവാഹിതകളല്ലാതെ കഴിയുന്നു എന്നുള്ള പരമാർത്ഥം പത്രം വായിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ അറിയുന്നു. യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്ന, അതേപോലെ തന്നെ കെടുതികൾക്ക് വിധേയരാകുന്ന പല പ്രദേശങ്ങളിലും ഇത്തരം ഒരു സാഹചര്യമുണ്ട്. അത് കാണാതിരുന്നിട്ട് പ്രയോജനമില്ല. അത് ഉണ്ട് എന്ന് അംഗീകരിക്കുന്നുവെങ്കിൽ ഒന്നുകിൽ ഇങ്ങനെ ഒരു സാഹചര്യമില്ല എന്ന് പറയണം വിമർശകന്മാർ. ഉണ്ട് എന്നാണ് വാദമെങ്കിൽ എന്താണ് അതിന് പരിഹാരം എന്നാണ് പിന്നെ നിർദ്ദേശിക്കാനുള്ളത്. ഇസ്ലാം കാണുന്ന പരിഹാരമോ അതോ ആധുനികന്മാര് കാണുന്ന പരിഹാരമോ ഏതാണ് വേണ്ടത്? ആധുനികന്മാര് പറയും ഒരു നിലക്ക് 2-3 വീക്ഷണങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ഒന്നുകിൽ ഈ അധികമുള്ള സ്ത്രീകളൊക്കെ മരണം വരെയും അവരുടെ ലൈംഗികമായ തൃഷ്ണ അടക്കി പിടിച്ചുകൊണ്ട് അവർ അങ്ങനെ തന്നെ കഴിച്ചു കൂട്ടുക. അതിലവർക്ക് സാധ്യതയില്ലേ, അവർ ആത്മഹത്യ ചെയ്തോട്ടെ, പോയി തുലയട്ടെ ആ പെണ്ണുങ്ങൾ. ഒരു വീക്ഷണം അത്.
രണ്ടാമത്തെ വീക്ഷണമോ, എല്ലാവരും ഒറ്റ ഭാര്യമാരെ മാത്രമേ വിവാഹം കഴിക്കാവൂ, ബാക്കി വരുന്ന ഈ പെണ്ണുങ്ങളൊക്കെ എന്ത് ചെയ്യട്ടെ, അവരുടെ ദാഹം ശമിക്കാൻ അവർ തെരുവിലിറങ്ങട്ടെ, അല്ലെങ്കിൽ അവർ രഹസ്യ കാമുകന്മാരെ സ്വീകരിക്കട്ടെ. ആധുനിക ലോകത്തിന്റെ നായകന്മാർക്ക് പറയാനുള്ളത് അതാണ്. കോണ്ടം ഉപയോഗിച്ചാൽ മതി, ആരുമായും ബന്ധപ്പെടാം, സമാധാനപരമായിരിക്കണമെന്നേയുള്ളൂ, ഉഭയകക്ഷി സമ്മതമുണ്ടാകണമെന്നേയുള്ളൂ, ഇഷ്ടം പോലെ ഉപയോഗിച്ചോളൂ, ആസ്വദിച്ചോളൂ, ഇഷ്ടം പോലെ ഇണചേരുകയും ഇഷ്ടം പോലെ ഒഴിവാക്കുകയും ചെയ്യാമെന്ന് പാടിപ്പറയുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേകമായ നേതൃത്വം കൊടുക്കുന്ന നായകന്മാർക്കും നേതാക്കന്മാർക്കും പറയാനുള്ളത് അതാണ്. അവരങ്ങനെ ചെയ്തോട്ടെ. ഈ രണ്ട് പരിഹാരവും ഇസ്ലാം ഒരിക്കലും മാന്യമായി കാണുന്നില്ല. പെണ്ണവൾ കാലാകാലം ലൈംഗിക തൃഷ്ണയും അടക്കി പിടിച്ചുകൊണ്ട് തൊലയട്ടെ എന്നോ, അതിനവൾക്ക് സാധ്യമല്ലെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്തോട്ടെ എന്നോ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അല്ലെങ്കിൽ അവളുടെ ദാഹം തീർക്കാൻ അവൾ ബോയ് ഫ്രണ്ടിനെ സമീപിക്കുകയും തെരുവുകളിൽ വേശ്യയായി കഴിയുകയും ചെയ്തോട്ടെ, ഈ ന്യായവും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. മൂന്നാമതായി മനുഷ്യത്വത്തിന്റെ മനസ്സാക്ഷിയോട് യോജിക്കുന്ന നിയമമതായി ഇസ്ലാം പറയുന്നുവെന്ന്, കഴിവുള്ള ആളുകൾ, നീതി ചെയ്യുമെന്ന് ഉറപ്പുള്ള ആളുകൾ ഒന്നിലധികം ഭാര്യമാരെങ്കിലും കല്യാണം കഴിച്ച് കഴിവിന്റെ പരമാവധിയെങ്കിലും ഇത്തരത്തിൽ അവിവാഹിതകൾക്ക് സഹായം ചെയ്യട്ടെ എന്ന്. ഏത് പദവിയാണ്? ഈ മൂന്ന് കാര്യങ്ങളിൽ സഹോദരന്മാരെ, ബഹുഭാര്യത്വത്തെ മുച്ചൂടും എതിർക്കുന്ന ആളുകൾ, വിമർശിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ഈ മൂന്ന് കാര്യങ്ങളിൽ, ഇത്തരം ഒരു സന്ദർഭത്തിൽ ഈ മൂന്ന് പരിഹാരമാർഗങ്ങളിൽ ഏതാണ് മനുഷ്യത്വത്തോട് യോജിക്കുന്നത്, ഏതാണ് മാന്യത, ഏതാണ് മനുഷ്യന്റെ ബുദ്ധി നേടുന്നത്? ആത്മഹത്യയോ, അതോ അടക്കിപ്പിടിച്ച് ജീവിക്കലോ, അതോ വ്യഭിചാരമോ, അതോ മാന്യമായി ഒരാളുടെ കീഴിൽ ഭാര്യയായി ജീവിക്കലോ? ഏതാണ് പരിഹാരം? മനുഷ്യത്വം അംഗീകരിക്കുന്ന പരിഹാരം ഇസ്ലാം നൽകിയതാണ്. അതേ ഇസ്ലാം അതിൽ ചെയ്തിട്ടുള്ളൂ. അത്യാവശ്യമായി വരുന്നൊരു ഘട്ടത്തിൽ അങ്ങനെ ഒരു കവാടമില്ലെങ്കിൽ ഇവിടെ വ്യഭിചാരമാണ് നടക്കാൻ പോകുന്നത്, അത് വേണ്ട, അതുകൊണ്ട് അംഗീകാരം കൊടുത്തു. ഇനിയും ഒരുപാട് പ്രശ്നമല്ലേ ഇവിടെ. മറ്റുള്ളവർക്ക് എന്ത് പറയാനുണ്ട്? ക്രൈസ്തവ നേതാക്കന്മാർക്ക് എന്ത് പറയാനുണ്ട്? ഇത്തരം ഒരു സാഹചര്യം വന്നാൽ, അവർക്ക് ഭൂരിപക്ഷമുള്ള ഇത്തരം പ്രദേശങ്ങളിൽ ഇത്തരം ഒരു ഘട്ടം വന്നാൽ എന്താണ് ക്രൈസ്തവ പാതിരിമാർക്ക് പറയാനുള്ളത്? എല്ലാവരെയും കർത്താവിന്റെ മണവാട്ടികളായി കന്യാസ്ത്രീകളാക്കാനാണോ ഉപദേശം? പലപ്പോഴില്ല. കന്യാസ്ത്രീകളായി മാറിയാലും അവർ അടങ്ങിയില്ലെന്നതിന്റെ വർത്തമാനകാലം സാക്ഷിയാണ്. കാരണം മനുഷ്യനാണെങ്കിൽ അവർക്ക് വികാരങ്ങൾ ഉണ്ടാകും. അതിനെ കടിഞ്ഞാനിടാൻ ശ്രമിച്ചാൽ അത് കയറ് പൊട്ടിച്ച് പുറത്തേക്കിറങ്ങും. ഏത് പേരിൽ, ഏത് മൂടുപടത്തിനുള്ളിൽ അവരെ തളച്ചിട്ടാലും അവർ പുറത്തേക്കിറങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ആ വക മൂടുപടങ്ങളെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് മാന്യമായി, ഇതാ പരസ്യമായി ഒരാളുടെ ഭാര്യയാണ് എന്ന നിലക്ക് ഒരാളുടെ കീഴിൽ അയാളുടെ മക്കളാണ് എന്റെ മക്കൾ എന്ന് പറയാൻ കഴിയാവുന്ന രൂപത്തിൽ, ജാരസന്തതികളല്ലാതെ, അമ്മമാർക്ക് പ്രത്യേകിച്ച് പണിയെടുക്കാൻ വേണ്ട വേദിയൊരുക്കി കൊടുക്കാതെ ഇന്നാരുടെ സന്താനങ്ങളാണെന്ന് പറയാൻ പറ്റാവുന്ന രൂപത്തിൽ മാന്യമായ വിവാഹ ജീവിതത്തിന് വേണ്ടി ഇസ്ലാം അനുവാദം നൽകുന്നു. അതേപോലെ തന്നെ വിധവകളുടെയും അനാഥകളുടെയും ഒക്കെ പ്രശ്നത്തിൽ ഇങ്ങനെ തന്നെയാണ്. എങ്ങനെയാണ് വിധവകളെ സഹായിക്കേണ്ടത്? വിധവകളായി മാറുന്ന ആളുകളെ പലപ്പോഴും ആദ്യം കല്യാണം കഴിക്കുന്ന ആളുകൾ അത് കല്യാണം കഴിക്കാൻ തയ്യാറാവില്ല. ഒന്നും രണ്ടും കുട്ടികളുടെ മാതാവ്, ഭർത്താവ് മരിച്ചുപോയ വിധവകളെ ആദ്യ കല്യാണത്തിന് പലപ്പോഴും പുരുഷന്മാര് തയ്യാറാവില്ല. അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു യാഥാർത്ഥ്യമാണ്. എങ്കിൽ അവരേതെങ്കിലും നിലക്ക് സംസ്കരിച്ചെടുക്കേണ്ടതും നന്നാക്കിയെടുക്കേണ്ടതും, കഴിവുണ്ടെങ്കിൽ നീതി ചെയ്യാൻ സാധ്യമാകുമെങ്കിൽ ഒരു ഭാര്യയെ, ആദ്യത്തെ ഭാര്യയെ നിലനിർത്തിക്കൊണ്ട് ഈ വിധവയെ സഹായിക്കലാണ്. അങ്ങനെ സഹായിച്ച അനുഭവങ്ങൾ പ്രവാചക ജീവിതത്തിൽ നിരവധിയാണ്, സ്വഹാബാക്കളുടെ ജീവിതത്തിലും നിരവധിയാണ്. ഇത്തരം അനിവാര്യ ഘട്ടങ്ങളിൽ ഇസ്ലാം ഇത് അംഗീകരിക്കുന്നു. അതേപോലെ തന്നെ മനുഷ്യത്വത്തോട് കാണിച്ച പ്രത്യേകമായ മറ്റൊരു അനുകമ്പയാണ് ഇതെന്ന് മനസ്സിലാക്കാൻ വേറൊരു ഉദാഹരണം. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ നിത്യരോഗിയായിരിക്കും. ചിലപ്പോൾ നിത്യരോഗിയാണ് ഒരാളുടെ ഭാര്യ, ലൈംഗികമായ ശേഷിയില്ല. പുരുഷനെ സംബന്ധിച്ചിടത്തോളം തീരെ അവളുമായി യോജിച്ചു പോകാൻ കഴിയാത്ത, എന്ന് പറഞ്ഞാൽ ദാമ്പത്യ ജീവിതത്തിന്റെ സുഖങ്ങൾ ആസ്വദിക്കാൻ കഴിയാത്ത വിധം ഭാര്യ നിത്യരോഗിയായി മാറിയിട്ടുള്ളൊരവസ്ഥയാണെങ്കിൽ എന്താണ് ഈ ഘട്ടത്തിൽ മനുഷ്യൻ ചെയ്യേണ്ടത്? ഇവിടെയും 3 പരിഹാര മാർഗങ്ങളാണുള്ളത്. ഒന്നുകിൽ ലൈംഗിക ശേഷിയില്ലാത്ത അല്ലെങ്കിൽ നിത്യരോഗിയായ തന്റെ ആ ഭാര്യയെ ത്വലാഖ് ചൊല്ലി അവളുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കണം. ഒരു വഴി അതാണ്. അതല്ലെങ്കിൽ അവളെ തന്നെ ഔദ്യോഗികമായി സ്വീകരിക്കുക. അവളോട് പറയുക, നീ രോഗിയായാലും വിരോധമില്ല, എനിക്ക് നിന്നോട് ഇപ്പോഴും പണ്ടത്തെ സ്നേഹം തന്നെയാണ്, അതുകൊണ്ട് നിന്നെ ഞാൻ പിരിയില്ലെന്ന് പറഞ്ഞ് അവളെ നിർത്തുകയും
എന്നിട്ട് അങ്ങാടികളിലും ക്ലബ്ബുകളിലും അതേപോലെ തന്നെ ലോഡ്ജുകളിലും ഹോട്ടലുകളിലും പോയി ഇഷ്ടം പോലെ മറ്റുള്ളവരെ സ്വീകരിക്കുക. ഇവൾ ആദ്യത്തവൾ അറിയാതെ രഹസ്യ കാമുകിമാരെ സ്വീകരിച്ച് തന്റെ താല്പര്യങ്ങൾ നിറവേറ്റുക. അതല്ലെങ്കിൽ മൂന്നാമത്തെ വഴി, അവളെയും കൂട്ടി നിർത്തി, അവളെയും കൂട്ടി സംരക്ഷിച്ച് നിർത്തി ആത്മാർത്ഥതയോടുകൂടെ തന്നെ അവൾക്കും ചെലവിനും മറ്റുള്ള സ്നേഹവും എല്ലാം പകർന്നു കൊടുത്തുകൊണ്ട് രണ്ടാമതൊരുത്തിയെ കൂടി കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ചു കൊണ്ടുവരിക മാന്യമായി. ഈ മൂന്ന് പരിഹാരത്തിൽ മനുഷ്യത്വത്തോട് യോജിക്കുന്ന പരിഹാരം ഏതാണ്? തൊലാഖ് ചൊല്ലി അവളെ പെരുവഴിയിൽ തള്ളണോ? നിത്യരോഗിയായി എന്ന നിലക്ക് അവൾ രോഗിയായതും ഒരുപക്ഷെ അവളുടെ പ്രത്യേകമായ ഘട്ടങ്ങളുമൊക്കെ ഉണ്ടായത് ഒരുപക്ഷെ ഇവൻ കാരണത്താൽ തന്നെയായിരിക്കും. എന്നിട്ട് അവളെ പെരുവഴിയിൽ തള്ളണോ? അതൊരിക്കലും ശരിയായ ഏർപ്പാടല്ല. രണ്ടാമത്തെ വഴി സ്വീകരിക്കണോ? ഏത്? അവളെ തന്നെ ഔദ്യോഗികമായി നിർത്തുക, എന്നിട്ട് അനൗദ്യോഗികമായി പലരുടെ അടുത്തും പോയി തന്റെ ഉദ്ദേശങ്ങൾ നിറവേറ്റുക. അത് പറ്റുമോ? ഇസ്ലാം ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. എങ്കിൽ മൂന്നാമത്തെ വഴിയാണ് ഇസ്ലാം ഈ വിഷയത്തിൽ ഇളവ് തന്നത്. എന്ത്? അവളെ നിലനിർത്തുക. അവളെ പെരുവഴിയിൽ തല്ലാതെ അവളെ തന്നെ നിലനിർത്തുക. നിലനിർത്തിയിട്ട് അവളുടെ കൂടെ തന്നെ ജീവിക്കാൻ, അവളെ കൂടി നോക്കാൻ പറ്റാവുന്ന രണ്ടാമതൊരുത്തിയെ മാന്യമായി പരസ്യമായി തന്നെ വിവാഹം കഴിച്ച് കുടുംബത്തിലേക്ക് കൊണ്ടുവരിക. ഈ മൂന്ന് വഴിയല്ലാതെ ഏത് വഴിയാണ് ആർക്കും നിർദ്ദേശിക്കാനുള്ളത്? ഈ മൂന്ന് വഴിയല്ലാതെ മറ്റേതെങ്കിലും വഴിയുണ്ടോ? ഇല്ല. എങ്കിൽ ഈ മൂന്ന് വഴിയിൽ മാന്യതയ്ക്ക് യോജിച്ച വഴി ഏതാണ്? അതാണ് ഇസ്ലാം ഈ വിഷയത്തിലും നൽകിയിട്ടുള്ള ഇളവ്. അപ്പൊ ചിലപ്പോൾ സ്വാഭാവികമായി ഒരു ചോദ്യം ഉണ്ടാവും, ഇത് നേരെ മറിച്ചു ആവാലോ? ഭർത്താവ് നിത്യരോഗിയായിക്കൂടെ? അപ്പൊ ഭാര്യ എന്ത് ചെയ്യണം? അവള് ബഹുഭർത്തൃത്വം സ്വീകരിക്കണ്ടേ? ഏതായിരിക്കും ചിലപ്പോൾ ന്യായം? ഒരു കാര്യം ഇസ്ലാമിൽ നമ്മൾ മനസ്സിലാക്കണം. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പുരുഷനെ സംരക്ഷിക്കേണ്ടുന്ന ബാധ്യത പെണ്ണിനില്ല. നേരെ മറിച്ച് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം പെണ്ണിനെ സംരക്ഷിക്കൽ അവന്റെ ഉത്തരവാദിത്തമാണ്. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു വശമാണ്. സ്ത്രീക്ക് തന്റെ പുരുഷനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമില്ല. അതുകൊണ്ട് ഭർത്താവ് നിത്യരോഗിയാണ്, ലൈംഗിക ശേഷിയില്ല, താൻ ജീവിതത്തിൽ ഒരിക്കലും ഇനി സുഖം പങ്കിടാൻ കഴിയാത്തത്ര അയാൾ രോഗിയായിരിക്കുന്നു എന്ന് വന്നാൽ പെണ്ണിന് വേണമെങ്കിൽ പിരിഞ്ഞു പോകാം. ഇസ്ലാം അനുവാദം കൊടുക്കുന്നു. അയാളെ തന്നെ നിലനിർത്താൻ ഇസ്ലാം പറയുന്നില്ല, അയാൾക്ക് പോകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമീപത്ത് പ്രവാചകന്റെ അരികിൽ നിന്ന് സ്വഹാബാ സ്ത്രീകളിൽ പലരും പരാതി പറഞ്ഞു, പ്രവാചകരെ, ഞാനും എന്റെ ഭർത്താവും തമ്മിൽ സ്വഭാവത്തിൽ യാതൊരു തകരാറും ഞാൻ കാണുന്നില്ല. അദ്ദേഹത്തിന്റെ ദീൻ എനിക്ക് തൃപ്തിയാണ്, പെരുമാറ്റത്തിൽ ഒരു വിഷമവുമില്ല. പക്ഷേ അയാളുമായി ജീവിച്ചാൽ എന്റെ പ്രശ്നത്തിൽ എനിക്ക് ചില അപകടങ്ങൾ സംഭവിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കാരണം അയാൾക്ക് ലൈംഗിക ശേഷിയില്ല. ആ സഹാബാ സ്ത്രീ പ്രവാചകന്റെ മുമ്പിൽ വന്ന് പറഞ്ഞ പദപ്രയോഗം ഞാൻ ഇവിടെ എടുത്തുദ്ധരിക്കുന്ന ഒരു ഉപമയിലൂടെയാണ് അവർ പറഞ്ഞത്. പക്ഷേ പ്രവാചകന് കാര്യം മനസ്സിലായി, എന്താണ് ഇവർ തമ്മിലുള്ള തെറ്റെന്ന്. അവളുടെ ആഗ്രഹം നിവർത്തിക്കാൻ ആ പുരുഷനെ കൊണ്ട് സാധിക്കുന്നില്ല, ശേഷി കുറവാണ്, ശേഷിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത്? നീ പിരിഞ്ഞു വയ്ക്കോ, നിനക്ക് ഈ വിവാഹം ദുർബലപ്പെടുത്താം. അതല്ലെങ്കിൽ നിനക്ക് അദ്ദേഹം നൽകിയിട്ടുള്ള മഹറുകൾ മുഴുക്കെ തിരിച്ചു കൊടുത്തുകൊണ്ട് പിരിഞ്ഞു പോകാം. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിശദീകരിച്ച ഖുൽഇന്റെയും ഫസ്ഖിന്റെയും നിയമങ്ങളിലൂടെ ഇസ്ലാം സ്ത്രീക്ക് അനുവാദം നൽകിയിട്ടുള്ളത്. എന്നാലും ബഹുഭർത്തൃത്വത്തിന് അനുവാദമില്ല. എന്തുകൊണ്ട് എന്ന് ശേഷം ഞാൻ വിശദീകരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ പലപ്പോഴും എല്ലാ വിഭാഗം ആളുകളും അംഗീകരിക്കുന്ന ഒരു തത്വമുണ്ട്. 4% പുരുഷന്മാർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് ലൈംഗിക ശേഷി കൂടുതലായിരിക്കുമെന്നാണ്. ലൈംഗിക ശേഷി കൂടുതലുള്ള പുരുഷന്മാരെന്ത് ചെയ്യണം? സ്ത്രീകളുടെ പ്രസവകാലത്തും അതേപോലെ തന്നെ ആർത്തവകാലത്തും ഒരുപാട് സമയങ്ങളിലും സന്ദർഭങ്ങളിലും ദിവസങ്ങളിലുമൊക്കെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം. അതൊരു സത്യമാണ്, അത് നിഷേധിച്ചിട്ട് കാര്യമില്ല. ആരെങ്കിലും സമൂഹത്തിൽ അങ്ങനെ ഉണ്ടാകും. അത്തരം ഘട്ടങ്ങളിൽ എന്ത് ചെയ്യണം? എന്താണ് അതിന്റെ വഴി? ഇവൻ വേലി ചാടണോ? വേലി ചാടണം, അതാണ് നല്ലത്. കോണ്ടം ഉപയോഗിച്ചാൽ മതി എന്നാണ് ആധുനികന്മാർ പറയുന്നത്. വേറെ കുഴപ്പമൊന്നുമില്ല. ഉഭയകക്ഷി സമാധാനപരമായാൽ മതി എന്നാണ് സുപ്രീം കോടതിയുടെ തന്നെ വിധി. എന്താ പ്രശ്നം? ബലാത്സംഗമുണ്ടായി എന്ന് കോർട്ടിൽ കേസ് വന്നപ്പോ കോടതിയിൽ നിന്ന് വിധിയുണ്ടായാൽ എന്താണ്? അത് കുറ്റമെടുക്കാൻ പറ്റൂല. കാരണം ബന്ധം സമാധാനപരമാണ്. എന്താ സമാധാനപരം എന്ന് പറഞ്ഞാൽ എതിർപ്പും പിടിവലിയും ഉന്തും തള്ളൊന്നും ഉണ്ടായിട്ടില്ല, എന്നാ പിന്നെ ഓക്കെയാണ്. ഇതാണ് സമൂഹം. എയ്ഡ്സ് പകരാതിരിക്കാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാണുന്ന പ്രത്യക്ഷമായ ബോർഡുകളിൽ വലുതാക്കി എഴുതി വെച്ചിട്ടുള്ളത് എന്താ? എയ്ഡ്സ് പകരാതിരിക്കാൻ വേണ്ടി ഗർഭനിരോധന മാർഗങ്ങളും സുരക്ഷിതത്വവും ഉപയോഗിച്ചുകൊണ്ട് മാത്രം പരസ്ത്രീകളുമായി ബന്ധപ്പെടുക. എന്നാലും ആ ഹംകിന് പറയാൻ തോന്നിയില്ല, ബന്ധപ്പെടരുത്. ഇതാണ് അവസ്ഥ. ഇങ്ങനെയാണ് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ ഇത്തരം ഘട്ടങ്ങളിൽ ഇസ്ലാം എന്ത് ചെയ്യുന്നു? ഇളവ് നൽകുന്നു. എന്തിനു വേണ്ടി?
നീ മാന്യമായി ഒരാളെ നിന്റെ ഔദ്യോഗികമായി തന്നെ ഒരാളെ ഭാര്യയായി സ്വീകരിച്ചേക്കുക എന്ന്. ഇതാണ് ഇസ്ലാം ഈ വിഷയത്തിലൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത്. രഹസ്യബന്ധമോ അല്ലെങ്കിൽ മാന്യമായി വിവാഹം കഴിക്കലോ ഏതാണ് യുക്തം എന്ന് ചോദിച്ചാൽ, മനുഷ്യ മനസ്സാക്ഷി, അവന് മനസ്സാക്ഷി എന്ന ഒന്ന്, ധാർമ്മികതയിൽ ഊന്നിയ മനസ്സാക്ഷി എന്ന ഒന്നുണ്ടെങ്കിൽ അവന് പറയാനുള്ള മറുപടി അതിനേക്കാളെല്ലാം നല്ലത് മാന്യമായി ഔദ്യോഗികമായി തന്നെ ഒരുത്തിയെ വിവാഹം കഴിക്കലാണ് എന്നാണ്. ഇനിയിപ്പോൾ ഈ ചോദ്യം നേരത്തെ പറഞ്ഞ അതേ രൂപത്തിൽ ഇവിടെയും ഉണ്ടാകാം. സ്ത്രീക്കാണ് ലൈംഗിക ശേഷി കൂടുതൽ വിചാരിക്കുക, അപ്പൊ എന്താ ചെയ്യാ, ബഹുഭർത്തൃത്വയിക്കൂടെ? അവിടെ തന്നെ പ്രശ്നം. അവൾക്ക് തീരെ വല്ലാതെ ലൈംഗിക ശേഷി കൂടുതലാണെങ്കിൽ, ഇവനിത് പോരാണെന്ന് തോന്നുകയാണെങ്കിൽ അതാണ് അവളോട് ഒഴിവായി പോകാൻ പറഞ്ഞല്ലോ. അവൾക്ക് ഒഴിവായി പോകാൻ ചാൻസ് ഇസ്ലാം അനുവദിക്കുന്നു. ഇവിടെയൊക്കെ ഇസ്ലാം കാണുന്ന വഴി ഈ ഒരു വഴി തുറന്നു കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട് ബഹുഭർത്തൃത്വം ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നാണ്. ബഹുഭർത്തൃത്വമായി കൂടെ? ഇസ്ലാം പെണ്ണിനോട് കാണിക്കുന്ന കടുത്ത അനീതിയല്ലേ അത്? അവൾക്കിഷ്ടം പോലെ ഭർത്താക്കന്മാരെയും സ്വീകരിക്കാൻ ന്യായം കൊടുക്കണ്ടേ? ഒരു പാലമിട്ടാൽ അങ്ങും ഇങ്ങും കിടക്കണ്ടേ? നാണയത്തിന് ഇരുപുറമില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പെണ്ണുങ്ങളെ ചൂടാക്കാണ്. എന്താ പറഞ്ഞത്? ആണുങ്ങൾക്ക് ഒരുപാട് പെണ്ണുങ്ങളെ കെട്ടാമെങ്കിൽ പെണ്ണിനൊരുപാട് ആണുങ്ങളെയും സ്വീകരിച്ചുകൂടെ? സ്വീകരിച്ചു നോക്കിയാൽ എന്താ അവസ്ഥ? ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. ബഹുഭർത്തൃത്വം ഒന്നിനും പരിഹാരമല്ല. ഒരുപാട് പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങൾ വലിച്ചഴക്കുന്ന ഒരു സമ്പ്രദായമാണത്. ബഹുഭർത്തൃത്വം ലോകത്ത് ഒരുപാട് സമൂഹങ്ങൾ പരീക്ഷിച്ചു നോക്കിയതാണ്. സമൂഹത്തിൽ ഒരുപാട് ആളുകൾക്ക് പണ്ടേ ഒരുപാട് ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇസ്ലാമിനല്ല, ഇസ്ലാമിന്റെ അനുയായികൾക്കല്ല, ഇസ്ലാമിനെതിരെ കൊഞ്ഞനം കുത്തുന്ന ആളുകൾ അംഗീകരിക്കുന്ന നേതാക്കന്മാർക്ക് പണ്ട് കാലത്ത് ഒരുപാട് ബഹുഭർത്തൃത്വം ഉണ്ടായിരുന്നു. ഒരു പെണ്ണിന് തന്നെ ഒരുപാട് ഭർത്താക്കന്മാർ. പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ കാണാൻ സാധിക്കും. പാഞ്ചാലിക്ക് ആരാ ഉണ്ടായിരുന്നത്? 5 ഭർത്താക്കന്മാര്, പഞ്ചപാണ്ഡവന്മാര് അല്ലേ? അവരുടെ ഏകഭാര്യയായിരുന്നു പാഞ്ചാലി. ഇവിടെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടായില്ലേ അവിടെ? എന്താ പ്രശ്നം? ഓരോ ഭാര്യമാർക്കും അല്ലെങ്കിൽ ഓരോ ഭർത്താക്കന്മാർക്കും വേണ്ടി മാസങ്ങൾ വീതിക്കുകയായിരുന്നു. അങ്ങനെ 5 ആൾക്കും വേണ്ടി ഈ 2.5 മാസം നിശ്ചയിച്ചു പാഞ്ചാലി എന്നാണ് ചരിത്രം പറയുന്നത്. ഐതിഹ്യം പറയുന്നത് 2.5 മാസക്കാലം ഓരോരുത്തർക്കും വീതിച്ചു. ഒരാളതിൻ്റെ ഉള്ളിലുണ്ടാവും, മറ്റേ ആൾ കയറി ചെല്ലാൻ പാടില്ല, പുരുഷനല്ലേ. അങ്ങനെ കയറിച്ചെന്ന അനുഭവം ഉണ്ടായി. യുധിഷ്ഠിരനും പാഞ്ചാലിയും കൂടി ശയനമുറിയിലാണ്. കയറിച്ചെന്നു സമ്മതം ചോദിക്കാതെ അർജുനൻ. എന്താ നിയമമുണ്ടായത്? ഐതിഹ്യം എന്താ പറയുന്നത്? വനവാസത്തിന് വിധിയായി ആ സമയത്ത് കയറിച്ചെന്നതിന്. ഇതാ പ്രശ്നം. പ്രശ്നങ്ങൾ ഉണ്ടാകും, അവിടെ തമ്മിത്തല്ലുണ്ടാകും, ഭർത്താക്കന്മാര് തമ്മിൽ അടിപടി ഉണ്ടാകും. അതുകൊണ്ട് മാത്രം തീർന്നില്ല. പെണ്ണ് ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രശ്നം തുടങ്ങുകയായി. ആരാണ് ഈ കുഞ്ഞിന്റെ പിതാവ്? ആരാണ് ഈ ഗർഭത്തിന് ഉത്തരവാദി? അവിടെ പ്രശ്നങ്ങളായി. കാരണം ഒരു ഗർഭകാലം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേജാണ്, ഏറ്റവും പ്രധാനപ്പെട്ട പീരീഡാണ്. ആ ഘട്ടത്തിൽ അവൾക്ക് ഭർത്താവിൽ നിന്ന് ആത്മാർത്ഥമായ സ്നേഹവും പരിചരണവും കിട്ടേണ്ടുന്ന സന്ദർഭമാണ്. ഇത്തരം ഘട്ടങ്ങളിൽ ആരുടെ കുഞ്ഞാണെന്നറിയാതിരുന്നാൽ ബഹുഭർത്താക്കന്മാര് തമ്മിൽ പ്രശ്നമാകും. ആരാണ് സംരക്ഷണം കൊടുക്കേണ്ടത്? ആരും ആത്മാർത്ഥമായി ആരും അങ്ങോട്ട് സ്നേഹവും പരിചരണവും കാണിക്കൂല. ഇവൻ വിചാരിക്കും മറ്റോന്റെതാണ്, മറ്റോൻ വിചാരിക്കും മറ്റോന്റെതാണ്. ഇങ്ങനെ ആരും തമ്മിൽ ഒരു കൃത്യമായൊരു സ്നേഹം കാണില്ല. അവിടെ പ്രശ്നമായി. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് മാനസികമായ തകരാറുണ്ടാക്കും. മാനസിക പ്രശ്നങ്ങൾ ഗർഭസ്ഥ ശിശുവിനെയും ബാധിക്കും. പ്രസവം നടന്നു, കുട്ടിയുടെ പിതൃത്വം തീരുമാനിക്കണം. ആരാ പിതാവ്? ആരാ പിതാവ്? ചില കാലത്ത് മുഖം നോക്കിയിട്ട് പറയാനാണ് അവർ പറഞ്ഞത്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു ആ സമ്പ്രദായം. നമ്മുടെ കേരളക്കരയിൽ പല ഗ്രാമങ്ങളിലും, വള്ളുവനാട്ടിലും അതേപോലെ തന്നെ പല ഗ്രാമങ്ങളിലും പ്രദേശങ്ങളിലുമൊക്കെ കൊല്ലന്മാർക്കിടയിലും ആശാരിമാർക്കിടയിലുമൊക്കെ ബഹുഭർത്തൃത്വം എന്ന് പറയുന്ന സമ്പ്രദായം നിലവിലുണ്ടായിട്ടുണ്ട്. ഇന്നും അതിന്റെ അവശിഷ്ടങ്ങൾ നമ്മുടെയൊക്കെ നാടുകളിൽ കാണാൻ സാധിക്കും. സഹോദരന്മാരൊക്കെ കൂടി ഒരു പെണ്ണിനെ വേളി ഒഴിച്ചു കൊണ്ടുവരും. എന്നിട്ട് എങ്ങനെയാ മക്കളെ തീരുമാനിക്കുക? ഇവര് തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ എത്തലാണ്. ആദ്യം ഉണ്ടായ കുട്ടി മൂത്തക്കാക്കാൻ്റെത്, അതിന്റെ താഴെയുള്ളത് 2ാമത്തെ ആൾക്ക്, ഇങ്ങനെ വീതിച്ചു കൊടുക്കലാണ്. വേറെ ചില ആളുകൾ പറഞ്ഞു മുഖച്ഛായ നോക്കിയിട്ട് പരിഗണിക്കാം. അത് ശാസ്ത്രം പുച്ഛിച്ച് തള്ളിയിട്ടില്ലേ? മുഖച്ഛായ ചിലപ്പോൾ ആപ്പന്റെയും ഉമ്മന്റെയും ഒന്നും മുഖച്ഛായ അല്ലാതെ പണ്ട് കാലത്ത് ഏതോ കഴിഞ്ഞുപോയ മുതുമുത്തച്ഛന്റെയോ എളാപ്പന്റെയോ മൂത്താപ്പന്റെയോ ഒക്കെ ഛായ ആയിരിക്കും കുട്ടികൾക്ക് ഉണ്ടാവുക. ഛായ നോക്കിയിട്ട് കുട്ടികളെ തീരുമാനിക്കാൻ നടന്നാൽ ഇവിടെ പ്രശ്നം തീരുമോ? എളാപ്പയുടെ പേരിൽ ചാർജ് ഷീറ്റ് വരും, മുത്താപ്പന്റെ പേരിൽ വരും, പാപ്പന്റെ പേരിൽ വരും, പല പ്രശ്നവും വരും. അതൊന്നും പ്രായോഗികമല്ല. എങ്കിൽ പിതൃത്വത്തിന്റെ പ്രശ്നത്തിൽ ആര് ഈ കുട്ടികളെ ഏറ്റെടുക്കും? സ്കൂളിൽ ചെന്നാൽ ചോദിക്കണം അച്ഛന്റെ പേരെന്ത്? കോളം പൂരിപ്പിക്കാൻ ഇത്തിരി പ്രയാസപ്പെടേണ്ടി വരുന്നു, അമ്മനോട് ചോദിക്കട്ടെ എന്ന അവസ്ഥ വരുന്നു അല്ലേ? അതുകൊണ്ടൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ കൂടുകയാണ്. അപ്പൊ ചില ആളുകൾ പറയാറുണ്ട് ഈ ആധുനിക കാലത്ത് ഇതിനൊന്നും പ്രസക്തിയില്ല, DNA കൊണ്ട് ഞങ്ങൾ തെളിയിക്കും പിതൃത്വം ആരുടേതാണെന്ന്.
ആരുടേതാണെന്ന് രക്തപരിശോധനയിലൂടെ ഞങ്ങൾ തെളിയിക്കും. ഈ കാലഘട്ടം വളർന്നിട്ടുണ്ട് എന്നാണ് ന്യായമെങ്കിൽ, ഒരു കുട്ടിയുടെ സംരക്ഷണം, ഒരു കുട്ടിക്ക് വാത്സല്യം നൽകണമെങ്കിൽ, ഒരു കുട്ടിക്ക് പരിചരണം നൽകണമെങ്കിൽ അതിന് DNA ടെസ്റ്റിന്റെ റിസൾട്ടും കാത്തിരിക്കണം എന്ന അവസ്ഥയാണ് വരുന്നതെങ്കിൽ അതൊരിക്കലും മനുഷ്യത്വത്തോട് യോജിക്കുന്നതല്ല. DNA ടെസ്റ്റ് മുഖേന താനാണ് അതിന്റെ പിതാവെന്ന് തെളിഞ്ഞാൽ തന്നെയും ആത്മാർത്ഥമായി അവനത് അംഗീകരിക്കാൻ കൂട്ടാക്കില്ല. കാരണം അത് അംഗീകരിക്കാൻ കൂട്ടാക്കാത്തതിന്റെ തെളിവാണല്ലോ DNA ടെസ്റ്റിന് വേണ്ടി അത് വിടാനും കാരണം. അതിലവന് സംശയമുള്ളത് കൊണ്ടാണല്ലോ. എങ്കിൽ DNA-യിലൂടെ തെളിഞ്ഞാലും അവൻ അതിന് ആത്മാർത്ഥമായി അതിന് സ്നേഹം കാണിക്കില്ല. ഒരുപാട് പ്രശ്നങ്ങളാണ് ഇതിന്റെ പേരിലുള്ളത്. പിന്നെ ഭർത്താക്കന്മാർ തമ്മിൽ അടിപിടി ഉണ്ടാകും. ഓരോരുത്തർക്കും ആവശ്യം വരുന്നു, അവിടെ അടിപിടി ഉണ്ടാകും, വഴക്കും വക്കാണവും ഉണ്ടാകും. അവസാനം ഈ പെണ്ണിന്റെ തന്നെ, ഒരേ ഒരു പെണ്ണിന്റെ തന്നെ നാശത്തിൽ അത് ചിലപ്പോൾ കലാശിക്കും. അതുപോലെ തന്നെ ഈ പെണ്ണ് വൃദ്ധയായി കഴിഞ്ഞാൽ അവൾ ആര് നോക്കും? ഏത് ഭർത്താവിനാണ് അവളെ വേണ്ടിവരിക? അവിടെയൊക്കെ പ്രശ്നങ്ങളാണ്, തീർത്താൽ തീരാത്ത പ്രശ്നങ്ങൾ. പിന്നെ ഒരു പുരുഷൻ ധാരാളം ഭാര്യമാരെ ഇഷ്ടപ്പെടുന്നത് പോലെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പ്രകൃത്യാ അവർക്കിടയിലുള്ള കണക്കെടുപ്പുകളിലൂടെ തെളിയിച്ചിട്ടുള്ളത് ഒരു സ്ത്രീയും ബഹുഭർത്തൃത്വം ആഗ്രഹിക്കുന്നില്ല എന്നുമാണ്. അതും മനുഷ്യത്വത്തിന്റെ ഒരു പ്രത്യേകമായ ഒരു വശം കൂടിയാണ്. ധാരാളം സ്ത്രീകളിൽ കണക്കെടുപ്പ് നടത്തി നോക്കിയപ്പോൾ അവരാരും ബഹുഭർത്തൃത്വത്തെ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പഠനങ്ങൾ തെളിയിച്ചത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് മനുഷ്യത്വത്തിന്റെ പ്രകൃതി വിളിച്ചറിയിക്കുന്ന നിയമങ്ങളെ ഇസ്ലാം അനുകൂലിച്ചത്. ഇങ്ങനെയൊക്കെയാണ് ഇസ്ലാം ഈ വിഷയത്തിൽ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ. എങ്കിൽ ഇങ്ങനെയെല്ലാം കൂടി അനിവാര്യ കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ വിശദീകരിച്ചത്. ഇത്തരം അനിവാര്യ സാഹചര്യങ്ങളിലും ഇസ്ലാം പറയുന്നൊരു നിയമമുണ്ട്. ബഹുഭാര്യത്വം സ്വീകരിക്കുന്ന ആളുകളോട് ഇസ്ലാം പറഞ്ഞു, ഉപാധിയോടുകൂടെയാണ് നിങ്ങൾക്ക് ഈ അനുവാദം നൽകുന്നത്. ഉപാധിയുണ്ട്, സൂക്ഷിക്കണം. ഒരു ഭാര്യയെ സ്വീകരിക്കലാണ് നിങ്ങൾക്ക് നല്ലത്. എപ്പോൾ? ഇസ്ലാം പറഞ്ഞ ഉപാധി നിങ്ങൾക്ക് പാലിക്കാനാവില്ലെങ്കിൽ ഇസ്ലാം പറഞ്ഞു ഉപാധി എന്താണ്? നീതി എന്ന ഉപാധിയാണ് ഇസ്ലാം നിശ്ചയിച്ചത്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഫൻകിഹൂ മാ ത്വാബ ലക്കും മിനൻ നിസാ മസ്നാ വസുലാസ വറുബാ ഫഇൻ ഖിഫ്തും അല്ലാ തഅദിലു ഫവാഹിദ. നിങ്ങൾ നീതി പുലർത്താൻ സാധിക്കുമെന്ന് മാത്രം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ 2, 3, 4 വരെ ഭാര്യമാരെ സ്വീകരിച്ചേക്കുക. നിങ്ങൾക്കതിന് സാധ്യമല്ലെങ്കിലോ, നീതി പുലർത്താൻ കഴിയില്ലെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ഫവാഹിദ, ഒന്നിൽ മാത്രം പരിമിതപ്പെടുത്തുക. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, ഈ വിഷയത്തിൽ നീതി പുലർത്താൻ കഴിയുന്ന കാര്യങ്ങളും കഴിയാത്ത കാര്യങ്ങളും ഖുർആൻ വേർതിരിച്ചു പറഞ്ഞു. നീതി പുലർത്തുക എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്താണ് പറഞ്ഞത്? ഔജബൽ അദ്ല ബൈനഹുന്ന ഫി ത്വആമി വസ്സകൻ വൽ കിസ്വ വൽ മബീത്. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, അതേപോലെ തന്നെ രാത്രി താമസിക്കൽ, ഇതെല്ലാം കൃത്യമായി വീതിക്കണം. നീതി പാലിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. ഭക്ഷണകാര്യത്തിലും വസ്ത്രകാര്യത്തിലും പാർപ്പിട കാര്യത്തിലും മാത്രമല്ല, കൂടെ കിടക്കുക, കിടപ്പറ പങ്കിടുക എന്നുള്ള വിഷയത്തിലും കൃത്യമായി ദിവസം നിശ്ചയിക്കണം. അതിൽ തന്റെ ആദ്യ ഭാര്യയോ അല്ലെങ്കിൽ വൃദ്ധയാണോ രോഗിയാണോ എന്നൊന്നും നോക്കാൻ പാടില്ല. എല്ലാവർക്കും തുല്യമായി ദിവസം പങ്കിടണം എന്നാണ് ഇസ്ലാം നിശ്ചയിച്ച നീതി. പക്ഷേ മനുഷ്യന് കഴിയാത്തൊരു മേഖല ഇസ്ലാം പറഞ്ഞു. എന്താണത്? ഹൃദയത്തിൻ്റെതായ ചായ്വ്. ഈ മേഖലയിലെല്ലാം കൃത്യമായി നീതി പാലിച്ചാലും ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, അതേപോലെ തന്നെ കൂടെ താമസിക്കൽ, ഇവയിലെല്ലാം കൃത്യമായി നീതി പാലിച്ചാലും മനുഷ്യനെ കൊണ്ട് കഴിയാത്തൊരു മേഖലയുണ്ട്. എന്താണ്? മാനസികമായി ഒരു ഭാര്യയോടുള്ള അത്ര തന്നെ കൃത്യമായ അളവും ശതമാനവുമായിരിക്കില്ല മറ്റൊരുത്തിയോടുണ്ടാകുന്ന മാനസികമായ സമീപനം. അത് സ്വാഭാവികമാണ്. മനുഷ്യ പ്രകൃതി അങ്ങനെയാണ്. അതുകൊണ്ട് ഇസ്ലാം ഓർമ്മപ്പെടുത്തി, വലൻ തസ്തതിഉ അൻ തഅദിലു ബൈനൻ നിസാഇ വലൗ ഹറസ്തും. നിങ്ങൾ എത്ര കിണഞ്ഞ് ശ്രമിച്ചാലും സ്ത്രീകൾക്കിടയിൽ ഈ വിഷയത്തിൽ നീതി പാലിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല. പക്ഷേ നീതി പാലിക്കാൻ കഴിയില്ലെന്ന് വിചാരിച്ചുകൊണ്ട് എന്ത് ചെയ്യരുത്? ഫലാ തമീലൂ കുല്ലൽ മൈലി. ഒരു പെണ്ണിലേക്ക് തന്നെ സമ്പൂർണമായി അങ്ങ് ചാഞ്ഞു പോകരുത്. എന്നിട്ട് ഫതദറൂഹാ കൽ മുഅല്ലഖ, മറ്റവളെ ഇങ്ങനെ കെട്ടിത്തൂക്കിയ ഒരവസ്ഥയിൽ അവൾക്ക് ഭർത്താവ് ഉണ്ടോ? ഉണ്ട്. ഇല്ലേ? ഇല്ല എന്ന അവസ്ഥയിൽ അവിടെയും ഇവിടെയുമല്ലാത്ത, ഭൂമിയിലും ആകാശത്തിലുമല്ലാത്ത ഇടയ്ക്കിങ്ങനെ തൂക്കി നിർത്തുന്ന ഒരവസ്ഥ അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അത് കടുത്ത കുറ്റമാണ്. വിചാരണക്ക് മുമ്പേ അതിന്റെ പ്രതിഫലനം നിങ്ങളുടെ ശരീരത്തിൽ മഹ്ശറിലേക്ക് വരുമ്പോൾ പ്രകടമാകുമെന്ന മുന്നറിയിപ്പ് കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തി. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, പ്രവാചകൻ പറഞ്ഞു, മൻ കാനത് ലഹു ഇംറഅതാനി ഫമാല ഇലാ ഇഹ്ദാഹുമാ ജാഅ യൗമൽ ഖിയാമ വശിഖുഹു മാഇലുൻ.
ആർക്കെങ്കിലും 2 ഭാര്യമാരുണ്ടാവുകയും എന്നിട്ട് ഒരുത്തിയിലേക്ക് മാത്രം അവൻ സമ്പൂർണമായി ചായുകയും മറ്റവളെ കഷ്ടപ്പെടുത്തുകയും ചെയ്താൽ ഖിയാമത്ത് നാളിൽ വിചാരണയുടെ കോടതിയിലേക്ക് അവൻ വരുന്നത് തന്നെ ഒരു ഭാഗം ചാഞ്ഞുകൊണ്ട് വികൃതമായ രൂപത്തിലായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകി. വിചാരണക്ക് മുമ്പേ അവന് കിട്ടുന്ന അവസ്ഥ ഇതാണെങ്കിൽ വിചാരണക്ക് ശേഷമുള്ള അവന്റെ അവസ്ഥ എന്തുമാത്രം ഭീകരമായിരിക്കും എന്ന് ഈ വിഷയത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർക്കിടയിൽ നീതി പാലിക്കുന്ന വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്ന മഹാമനുഷ്യനായിരുന്നു. പ്രവാചകൻ ഒരു യാത്രക്കൊരുങ്ങുകയാണെങ്കിൽ ഭാര്യമാർക്കിടയിൽ നറുക്കെടുപ്പ് നടത്തും. കാരണം യാത്രക്കൊരുങ്ങുമ്പോൾ എല്ലാവരും പോരാൻ സന്നദ്ധരാകും. കൂടുതൽ അവകാശികൾ ഉണ്ടായാൽ പിന്നെ നറുക്കെടുപ്പല്ലേ നിർവാഹമുള്ളൂ. അതുകൊണ്ട് പ്രവാചകൻ നറുക്കെടുക്കും. ആരുടെ നറുക്കാണ് വീണതെങ്കിൽ അവരെയും കൂട്ടി യാത്രയാകും. ഓരോ ഭാര്യക്കും ഓരോ ദിവസം നിശ്ചയിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഏറ്റവും അധികം വയോവൃദ്ധയായ ഏറ്റവും അധികം കിഴവിയായിരുന്ന ഒരു ഭാര്യയായിരുന്നു സൗദാ റളിയല്ലാഹു തആല അൻഹ. അവരറിഞ്ഞുകൊണ്ട് തന്നെ അവര് പ്രവാചകനോട് പറഞ്ഞു, നബിയെ, എനിക്ക് പ്രായമായിട്ടുണ്ട്, എന്നാലും നിങ്ങളുടെ കൂടെ തന്നെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പരലോകത്ത് നാളെ മഹ്ശറിൽ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ പട്ടികയിൽ ഞാനും പെടണം എന്ന ആഗ്രഹത്തോടുകൂടി മരിക്കും വരെയും നിങ്ങളുടെ ഭാര്യയായി തന്നെ നിലകൊള്ളാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എന്റെ ദിവസം ഞാൻ ആയിഷക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർക്ക് പ്രവാചകൻ അംഗീകരിച്ച ദിവസം ആയിഷ ബീവിക്ക് അവർ ഇഷ്ടദാനമായി നൽകുകയാണ് ചെയ്തത് എന്ന് ഹദീസിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ നീതിയും നിഷ്കർഷയും പുലർത്തിയിരുന്ന പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയും ഈ കാര്യത്തിൽ വല്ല അപാകതയും സംഭവിച്ചേക്കുമോ എന്ന ഉത്കണ്ഠയും ബേജാറും വിഷമവും പ്രവാചകന്റെ പ്രാർത്ഥനകളിൽ പ്രകടമായിരുന്നു എന്നാണ് ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്. വയഖൂലു, അവിടുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഹാദാ ഖസ്മി ഫീമാ അംലികു ഫലാ തലുംനി ഫീമാ തംലികു വലാ അംലികു. അല്ലാഹുവേ, ഹാദാ ഖസ്മി ഫീമാ അംലികു, എന്നെ കൊണ്ട് കഴിയാവുന്ന രൂപത്തിൽ ഞാനിതാ വീതിച്ചിരിക്കുന്നു, നീതി പാലിച്ചിരിക്കുന്നു. ഫലാ തലുംനി ഫീമാ തംലികു, നീ ഉടമപ്പെടുത്തുന്ന വലാംലിക്കു, എനിക്കൊരിക്കലും നിയന്ത്രിക്കാൻ കഴിയാത്ത മേഖലകളിൽ വല്ല അപാകതകളും സംഭവിച്ചു പോയെങ്കിൽ നീ എന്നെ അതിന്റെ പേരിൽ ശിക്ഷിക്കരുതേ, ആക്ഷേപിക്കരുതേ എന്ന് പ്രവാചക തിരുമേനി പ്രാർത്ഥിച്ചിരുന്നു. അബൂ ദാവൂദ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഉടനെ പറഞ്ഞു, യാനിയൽ ഖൽബു, മാനസികമായ അവസ്ഥയാണ് പ്രവാചകനാ പറഞ്ഞത്. ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും ഒക്കെ തുല്യമായി കൊടുത്താലും മാനസികമായി എല്ലാ സ്ത്രീയോടും ഒരേ അളവിൽ ഒരേ ശതമാനത്തിൽ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ഏറ്റ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. അത് പ്രത്യേകമായി നിരോധിക്കപ്പെട്ടതോ അല്ലെങ്കിൽ പ്രത്യേകമായി കുറ്റമുള്ളൊരു കാര്യമായോ പറഞ്ഞതല്ല. കാരണം മനുഷ്യത്വം, മനുഷ്യപ്രകൃതി അങ്ങനെയാണ് പടക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് അത് ഒരു പ്രശ്നമായി ഇസ്ലാം കാണുന്നില്ല എന്ന്. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇസ്ലാം ഈ വിഷയത്തിൽ എന്ത് ചെയ്യുന്നു? ശക്തമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ബഹുഭാര്യത്വം അനുവദിച്ചിരിക്കുന്നു എന്നാണ്. ഇസ്ലാം നിരുപാധികം പ്രോത്സാഹിപ്പിച്ചു എന്നോ അല്ലെങ്കിൽ നിരുപാധികം നിരുത്സാഹപ്പെടുത്തി എന്നോ പറയാൻ ഈ വിഷയത്തിൽ എന്റെ മനസ്സാക്ഷി എന്നെ അനുവദിക്കുന്നില്ല. ചില ഘട്ടങ്ങളിൽ അത് പ്രോത്സാഹിപ്പിക്കേണ്ടി വരും. ഇത്തരം ഞാൻ നേരത്തെ വിശദീകരിച്ച ചില അനിവാര്യ ഘട്ടങ്ങളിൽ അത് ചിലപ്പോൾ ചില ആളുകളെങ്കിലും ചെയ്യൽ പ്രോത്സാഹിപ്പിക്കേണ്ടി വരും. എന്നാൽ നീതി തീരെ പാലിക്കാത്ത സ്ഥലങ്ങളിൽ നിരുത്സാഹപ്പെടുത്തുകയും അത് പാടെ നിഷേധിക്കുകയും ചെയ്യേണ്ടതായും വരും. സ്ഥായിയായ ഒരു സ്വഭാവം അതിന് കൃത്യമായി വരച്ചു കാണിക്കാൻ കഴിയില്ല എന്നാണ് എന്റെ പഠനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എല്ലാ നിരുപാധികം അതിൽ ഉത്സാഹപ്പെടുത്തണമെന്നോ അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കണമെന്നോ മനസ്സിലാക്കാൻ സാധ്യമല്ല. ചില ഘട്ടങ്ങളിൽ അനിവാര്യമായ സന്ദർഭങ്ങളിൽ ആ ഇളവുകൾ ഉപയോഗപ്പെടുത്തേണ്ടി വരും. അത് ഉപയോഗപ്പെടുത്താം. പക്ഷേ ഉപയോഗപ്പെടുത്തുമ്പോൾ അത് ഇസ്ലാം പറഞ്ഞ കൃത്യമായ കാരണങ്ങൾക്ക് വേണ്ടിയാവണം. ഗൾഫുകാരുടെ പലപ്പോഴും ഗൾഫിൽ വരുന്ന ആളുകൾ പലപ്പോഴും രണ്ടാം ഭാര്യമാർ ഇസ്ലാം പറയുന്ന ഈ കാരണങ്ങളൊന്നുമല്ല. അതൊരിക്കലും ശരിയുമല്ല. കാരണം എന്താ? അവൻ ആദ്യം ഗൾഫിലേക്ക് വന്നു. ഗൾഫിലേക്ക് വന്നതെങ്ങനെയാ? ഇവന്റെ ആദ്യ ഭാര്യയുടെ പണ്ടവും അവളുടെ പണവുമൊക്കെ ഉപയോഗപ്പെടുത്തി വിറ്റ് പിരിച്ച് വിസയുണ്ടാക്കി ഒരു ടിക്കറ്റ് എടുത്ത് ഗൾഫിലേക്ക് വന്നു. 4-5 കൊല്ലം ജോലി ചെയ്തു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നല്ലൊരു ജോലി കിട്ടി. ശമ്പളക്കാരനായി പണക്കാരനായി നാട്ടിലേക്ക് തിരിച്ചുപോയി നോക്കുമ്പോൾ പിന്നെ അവൾക്ക് ആദ്യ ഭാര്യ ചൊറുക്ക് പോരാ, ഭംഗി പോരാ.
ഇവന്റെ സ്റ്റാറ്റസിന് യോജിക്കുന്നില്ല, ഇവന്റെ കൂടെ നടക്കാൻ മാത്രം തിളക്കം പോരാ. ആ ഒരു സന്ദർഭത്തിൽ ആ ഒരൊറ്റ കാരണത്താൽ മാത്രം ഈ ആദ്യ പെണ്ണിന്റെ മുഴുവൻ സൗന്ദര്യത്തെയും ഊറ്റിക്കുടിച്ചത് ഇവനാണ്. ഒരുപക്ഷെ അവളുടെ സൗന്ദര്യമെല്ലാം നശിക്കാൻ കാരണവും ഇവൻ തന്നെയാണ്. എന്നിട്ട് അവളെ കണ്ണീര് കുടിപ്പിച്ചുകൊണ്ട് ആ ഒരൊറ്റ കാരണത്താൽ, ഇസ്ലാം പറഞ്ഞ അനിവാര്യതകളൊന്നുമില്ലാതെ ആ ഒരൊറ്റ കാരണത്താൽ, സൗന്ദര്യം പോരാതായി എന്ന ഒരൊറ്റ കാരണത്താൽ ഇഷ്ടം പോലെ പെണ്ണുകൾ കെട്ടുന്നവൻ നീതി അവന് പാലിക്കാൻ കഴിയില്ല. കാരണം എന്താണ്? അവൻ ഇസ്ലാം പറഞ്ഞ നീതി പിന്നീട് കഴിയില്ല. അവൻ ഫലാ തമീലു കുല്ലൽ മൈലി എന്ന് പറഞ്ഞ പരിപൂർണമായി ഒരുത്തിയിലേക്ക് ചായുക എന്ന പാതകം അവന്റെ ജീവിതത്തിൽ വരും. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല, അത് എതിർക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി പുരോഹിതന്മാരും അതേപോലെ തന്നെ അതിന് കാർമ്മികത്വം വഹിക്കാൻ പണ്ഡിതന്മാരും ഒരു നിലക്കും കൂട്ടു നിൽക്കരുത് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഞാനതാണ് അഭിപ്രായപ്പെടുന്നത്. നിയമം മൂലം നിരോധിച്ചിട്ടും നിയമം മൂലം നിരോധിക്കുക എന്നുള്ളത് ഇതിനൊരു വലിയ പരിഹാരമൊന്നുമല്ല. കാരണം ഹിന്ദുക്കളിൽ നിയമം മൂലം ഇതെന്നോ നിരോധിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിന്റെ കണക്കെടുപ്പിൽ, ഇന്ത്യയുടെ തന്നെ ഒട്ടാകെയുള്ള കണക്കെടുപ്പിൽ ബഹുഭാര്യത്വം നിയമം മൂലം നിരോധിക്കപ്പെടുന്ന ഹൈന്ദവരിലാണ് ബഹുഭാര്യത്വം നിയമം മൂലം അനുവദിച്ചിട്ടുള്ള മുസ്ലിമീങ്ങളിലേക്കതിനേക്കാൾ ബഹുഭാര്യത്വം കൂടുതൽ ശതമാനം കണ്ടത് എന്ന് പഠനങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരികയുണ്ടായി. പത്രങ്ങളിലൂടെ നമ്മൾ വായിച്ചു. അത് പരിഹാരമല്ല, ബോധവൽക്കരണം ആവശ്യമാണ്. ഈ വിഷയത്തിൽ പടച്ചവനെ പേടിക്കുക, പ്രത്യേകമായി അതിന്റെ അള്ളാഹുവിന്റെ നിയമങ്ങൾ അവരെ പഠിപ്പിക്കുക. ഒരു പ്രസംഗത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ടോ, ഒരു പുസ്തകം വായിച്ചു ഉന്മേഷം കൊണ്ടതുകൊണ്ടോ, ഒരു ലേഖനത്തിൽ നിന്ന് താല്പര്യം ജനിച്ചതുകൊണ്ടോ ഇഷ്ടം പോലെ കെട്ടേണ്ടുന്ന ഏർപ്പാടല്ല ഇഷ്ടംമാതിരി പെണ്ണുകെട്ടുക അല്ലെങ്കിൽ ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കുക എന്നുള്ളത്. ചിന്തിച്ച് ചെയ്യേണ്ടതാണ്. അനിവാര്യമായ ഘട്ടങ്ങൾ തനിക്കുണ്ടെന്ന് തോന്നുന്നുവെങ്കിൽ മാത്രം ഉപയോഗപ്പെടുത്തേണ്ടുന്ന അനുവദിക്കപ്പെട്ടൊരു മേഖലയാണത് എന്നാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. അതിലപ്പുറം ഇഷ്ടം പോലെ ഈ മേഖലയിൽ കാണുന്ന ചൂഷണങ്ങൾക്കൊന്നും ഇസ്ലാം ഉത്തരവാദിയല്ല. ബഹുഭാര്യത്വം എന്ന് പറയുന്ന ഈ അനുവാദത്തിന്റെ മറവിലൂടെ ഒരുപാട് ആളുകൾ ഇഷ്ടം പോലെ ആദ്യ ഭാര്യമാരെ തെരുവിലേക്ക് വലിച്ചെറിയുന്നുണ്ട്. സത്യമാണത്. മാപ്പിളമാർ ഒരുപാട് ഈ പ്രശ്നങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഒരു ഭാര്യമാരുള്ളവരോടും ആളുകൾ പ്രശ്നം കാണിക്കുന്നത് ബഹുഭാര്യത്വത്തിന്റെ കുഴപ്പമല്ല. സ്ത്രീകളെ മർദ്ദിക്കുന്നതും സ്ത്രീകളെ കഷ്ടപ്പെടുത്തുന്നതും ഒന്നിലധികം ഭാര്യമാരുണ്ടായതുകൊണ്ട് മാത്രമുള്ള പ്രശ്നമല്ല. ഒരു ഭാര്യയുള്ളവരും തന്റെ ഭാര്യയെ മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എത്രയായിരുന്നാലും ഇസ്ലാമികമായ ബോധവൽക്കരണം നടത്തപ്പെട്ട ഒരു മനസ്സാക്ഷിയായി തീരുക, ആ നിലക്കുള്ള ഒരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ് ഇതിൽ മനുഷ്യന് ചെയ്യാവുന്നത്. അതുകൊണ്ട് ഇസ്ലാമികമായി ഈ വിഷയത്തിൽ ആരോടെങ്കിലും വാശി തീർക്കാൻ വേണ്ടി രണ്ട് കെട്ടുന്ന ആളുകളുണ്ട്. ഇസ്ലാം അതിനെ അംഗീകരിക്കുന്നില്ല. ആദ്യ ഭാര്യയോട് തെറ്റി, അവളോട് പിണങ്ങി, അല്ലെങ്കിൽ അവളുടെ വീട്ടുകാരോട് പിണങ്ങി, എന്നാ നിന്നെ കാണിച്ചു തരാൻ എനിക്ക് ഇങ്ങനെ ഒരു വഴി ഉണ്ട് എന്നിട്ട് ഉപയോഗപ്പെടുത്തേണ്ട പണിയല്ല അത്. എന്താ കാരണം? ആദ്യ ഭാര്യയോട് പ്രശ്നങ്ങളൊക്കെ തീർന്നു, പെൺവീട്ടുകാരോട് പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു. രമ്യതയിലായാലോ ആ ഒരൊറ്റ ആവശ്യത്തിന് വേണ്ടി ആ രണ്ടാമത്തേനെ കെട്ടിയതെങ്കിലോ ആദ്യ പ്രശ്നം തീർന്നാൽ രണ്ടാമത്തോളം തൊലാക്ക് ചെല്ലേണ്ടി വരും. അതിനു വേണ്ടിയുള്ള ഏർപ്പാടല്ല ഇത്. ആരോടെങ്കിലും വാശി തീർക്കാനല്ല, ആരുടെയെങ്കിലും മുമ്പിൽ ഞെളിയാനല്ല, ആരുടെയെങ്കിലും പക തീർക്കാനല്ല. അള്ളാഹു അനുവദിച്ചിട്ടുള്ള ഈ ഇളവിനെ 100% സൂക്ഷ്മതയോടുകൂടെ മാത്രം ഉപയോഗപ്പെടുത്തിയാലേ പരലോകത്ത് രക്ഷപ്പെടുകയുള്ളൂ. ആ സൂക്ഷ്മത പുലർത്താതെ ഈ അനുവാദത്തിന്റെ മറവ് പിടിച്ചുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും തെമ്മാടിത്തങ്ങളും വേണ്ടാത്തരങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ അതിന് ഉത്തരവാദിയല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനും അതേപോലെ തന്നെ ഗ്രഹിക്കുവാനും മറ്റുള്ളവരോട് പറയുവാനുമുള്ളത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രംഗത്ത് മനുഷ്യത്വത്തോട് 100% യോജിക്കുന്ന ഇളവേ അനുവദിച്ചിട്ടുള്ളൂ. അത് എന്തിനു വേണ്ടിയാണ് എന്നും എന്റെ ഈ ചുരുങ്ങിയ നിലക്കുള്ള സംസാരത്തിൽ എന്റെ പരിധിയിൽ ഒതുങ്ങിയിരുന്നുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളിലൂടെ നിങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും. വിചാരമില്ലാതിരിക്കാൻ, അവിഹിത ബന്ധങ്ങളില്ലാതിരിക്കാൻ, സമൂഹത്തിൽ അഡ്രസ്സുള്ള മക്കൾ ഉണ്ടാവാൻ, ബാപ്പയാരെന്ന് ചോദിച്ചാൽ ധൈര്യമായി തലയുയർത്തി ബാപ്പയുടെ പേര് പറയാൻ സാധിക്കുന്ന മക്കൾ ഇവിടെ വളർന്നു വരാൻ, അതേപോലെ തന്നെ രക്ഷിതാക്കളുള്ള മക്കളുണ്ടാവാൻ, ഔദ്യോഗികമായി തന്നെ ഒരു ഭർത്താവിന്റെ പേര് പറയാൻ സാധിക്കുന്ന പെണ്ണുങ്ങളുണ്ടാവാൻ, ഇതിനൊക്കെ ഇസ്ലാം കാണുന്ന വഴിയാണ് ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കുക എന്നുള്ളത്. അതല്ലാതെ അത് സ്ത്രീകളെ കഷ്ടപ്പെടുത്താനല്ല. ഒരു വേള അവരുടെ പല പ്രശ്നങ്ങളിലും അവരുടെ സഹായിയാണ് ബഹുഭാര്യത്വം. അത് പലപ്പോഴും ദുരുപയോഗപ്പെടുത്തപ്പെടുമ്പോൾ ഇസ്ലാമിന്റെ പല നിയമങ്ങളും ദുരുപയോഗപ്പെടുത്തുന്നത് പോലെ ഇതും ദുരുപയോഗപ്പെടുത്തുന്നു എന്നേയുള്ളൂ. ഇത് അപ്പാട് നിരോധിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ സമൂഹത്തിലുണ്ടാകും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈ വിഷയത്തിലെ തെറ്റിദ്ധാരണകൾ നാം ദൂരീകരിക്കുക, സത്യത്തെ സത്യമായി മനസ്സിലാക്കുക, അങ്ങനെ തന്നെ ജീവിക്കുക. അള്ളാഹു അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിഷയം
ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. മാസങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കുടുംബജീവിതം എൻ്റെ പരിമിതമായ അറിവിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് വായിക്കാനും കിട്ടാവുന്നതുമായ പുസ്തകങ്ങൾ തേടിപ്പിടിച്ച് പരിശോധിച്ച് എൻ്റേതായ പരിമിതമായ അറിവിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അവതരിപ്പിച്ചതാണ്. ഇത് 100% കുറ്റമറ്റൊരു അവതരണമാണെന്ന് ഞാനൊരിക്കലും അവകാശപ്പെടുന്നില്ല. മനുഷ്യനാണ്, വിവരം കുറഞ്ഞ വ്യക്തിയുമാണ്. സ്വാഭാവികമായും ഒരുപാട് അപാകതകൾ ഉണ്ടാകാം. ആയത്തുകൾ പാരായണം ചെയ്തതിൽ, ഹദീസുകൾ വായിച്ചതിൽ, അറബി ഗ്രന്ഥങ്ങളിൽ നിന്ന് ഉദ്ധരണികൾ വായിച്ചതിൽ സ്വാഭാവികമായും സ്ഖലിതങ്ങളും അതേപോലെ തന്നെ തെറ്റുകുറ്റങ്ങളും ഉണ്ടാകും. നിങ്ങളത് തിരുത്തി വായിച്ച് മനസ്സിലാക്കുക എന്നാണ് എനിക്കതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. രണ്ടാമതായി, വീക്ഷണപരമായ വല്ല അഭിപ്രായ വ്യത്യാസങ്ങളുമാണ് എൻ്റെ അവതരണത്തിൽ വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്കത് ഞാനുമായി തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഈ ഉള്ളവനെ അറിയിച്ചാൽ ഞാൻ ആ തെറ്റുകൾ തിരുത്താൻ സന്നദ്ധനായിരിക്കും. എന്ത് തന്നെ അപാകതകളും കുഴപ്പങ്ങളും തെറ്റുകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമായി ചൂണ്ടിക്കാണിക്കുന്നവരോട് എന്നും ഞാൻ സന്തോഷത്തോടുകൂടി നന്ദിയുള്ളവനായിരിക്കും എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. സർവശക്തനായ തമ്പുരാൻ എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തു തരികയും സത്യത്തിൻ്റെതായ വഴിയിലൂടെ തന്നെ എന്നും ജീവിച്ചു മരിക്കുവാൻ നമുക്കെല്ലാം തൗഫീക്കും സന്മനസ്സും സൗഭാഗ്യവും പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا لا تؤاخذنا إن نسينا أو أخطأنا توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. السلام عليكم.